ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ടെക്നിക്കൽ കോർണർ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ സെഷൻ്റെ അടുത്ത എപ്പിസോഡാണ് നമ്മളിപ്പം പറയാൻ പോകുന്നത്. ഈ എപ്പിസോഡിൽ കയറുന്നതിന് മുമ്പ് വളരെ ക്രിട്ടിക്കലായിട്ടൊരു കാര്യം പറയാം. നമ്മുടെ റിസൾട്ട് സീസൺ ഓൾറെഡി ഓൺ ദി വേർജ് ഓഫ് സ്റ്റാർട്ടിങ്, മേ ബി സ്റ്റാർട്ട് ചെയ്യുമെന്ന് വേണം പറയാം. 3-4 ദിവസമായിട്ട് കൊച്ചു സ്റ്റോളിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിഫ്റ്റി വീണ്ടും ഒരു പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്ത് കയറി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ദാറ്റ് മീൻസ് ബയേഴ്സ് ആർ മോർ എൻതൂസിയാസ്റ്റിക് ആണ് കറണ്ട് സ്റ്റേറ്റസിൽ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിഫ്റ്റിയുടെ ഏണിങ്സ് പെർ ഷെയർ കഴിഞ്ഞ ക്വാർട്ടറിൽ സംതിങ് അറൗണ്ട് 935 ആയിരുന്നു. നിഫ്റ്റി പി വന്നിട്ട് അറൗണ്ട് 23 ആയി കഴിഞ്ഞു സോഫാർ. ഇനി ഈ ക്വാർട്ടറിൽ EPF കഴിഞ്ഞ Q3 റിസൾട്ടിൻ്റെ ബേസിൽ വരാൻ പോകുന്ന EPS എത്രയാണ് നമുക്കറിയില്ല. അടുത്തൊരു 3 ആഴ്ച 4 ആഴ്ചയ്ക്ക് നമുക്ക് അതിനകത്ത് പ്യുവർ ക്ലാരിറ്റി കിട്ടും. EPS 935 മേളിലാണെങ്കിൽ വീണ്ടും നിഫ്റ്റിയുടെ വാല്യുവേഷൻ അത് കുറേക്കൂടെ മാനേജ് ചെയ്യും. അല്ല 935 വന്നില്ല, 935 സ്ഥാനത്ത് ഒരു 900 താഴെയാണ്, അല്ലെ 850 താഴെയാണെങ്കിൽ സ്ട്രെച്ച് ഇറ്റ് എന്നുള്ള അവസ്ഥയിലേക്ക് വീണ്ടും പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ കോഷ്യസ് ആകണം അടുത്ത 3 ആഴ്ച 4 ആഴ്ച. കാരണം നിഫ്റ്റി ഏത് രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. നിഫ്റ്റിയുടെ EPS റിസൾട്ടിൻ്റെ പുറത്ത് Q3 റിസൾട്ടിൻ്റെ പുറത്ത് ബെറ്റർ ആണെങ്കിൽ അത് നിഫ്റ്റിയുടെ കറണ്ട് വാല്യുവേഷനെ കുറെ കൂടെ സപ്പോർട്ട് ചെയ്യും. അല്ല EPS വീക്ക് ആണെങ്കിൽ കറണ്ട് വാല്യുവേഷൻ കുറെ കൂടെ സ്ട്രെച്ചഡ് ആണുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. സോ യു ഷുഡ് ബി എക്സ്ട്രീംലി കോഷ്യസ് എന്നുള്ള പോയിന്റിലാണ് ഞാൻ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനോടൊപ്പം തന്നെ പറയാനായിട്ട് ഇന്നത്തെ സെഷനിൽ കുറെ കൂടെ നമ്മൾ കപ്പ് പാറ്റേണിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആണ് ഷെയർ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം. പാസ്റ്റ് ചാർട്ട്സിൽ മാത്രമേ നമുക്ക് കാണിക്കാൻ സാധിക്കത്തുള്ളൂ. പാസ്റ്റ് ചാർട്ട്സിൻ്റെ റിപ്പീറ്റേഷനാണ് ഫ്യൂച്ചർ ചാർട്ട്സ് എന്നുള്ള കാര്യം ഒരു കാരണവശാലും നിങ്ങൾ മറക്കാൻ പാടില്ല ഫ്രണ്ട്സ്. അതുപോലെ തന്നെ എൻ്റെ ഒരു 23 സെഷൻസ് അടുത്ത മാസം, എസ്പെഷ്യലി ഷോർട്ട് സ്വിംഗ് ട്രേഡിനെ കുറിച്ചുള്ള 23 സെഷൻ അടുത്ത മാസം മിഡോടുകൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആദ്യത്തെ 6 ദിവസം ബ്ലോക്ക് ബസ്റ്റർ ഫണ്ട് അനാലിസിസ്, എങ്ങനെയാണ് മൾട്ടി ബാഗർ പിക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് മൾട്ടി ബാഗറിനെ നമ്മളെ ക്യാച്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഫണ്ട് അനാലിസിസ് ആണ്. നെക്സ്റ്റ് 15 ഡേയ്സ് ബിഹേവിയർ പാറ്റേണും അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സും കുറിച്ചുള്ള ക്ലാസ്സുകളാണ്. പിന്നെയുള്ള 2 ദിവസം റിവിഷൻസ് ആണ്. താല്പര്യമുള്ളവർക്ക്, പാഷനായിട്ടായിട്ടുള്ളവർക്ക് തീർച്ചയായും എന്നെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. എൻ്റെ മെയിൽ ID ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് നാളെ രാത്രി ഒരു സൂം സെഷൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ നാളെ വൈകുന്നേരം വരെ മെയിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സൂം സെഷനിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്, അതിൻ്റെ സ്കോപ്പ് എന്തെല്ലാമാണെന്നതിനെ കുറിച്ചൊരു ക്ലാരിറ്റിയാണ് സൂം സെഷനിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് സൂം സെഷനിൽ നിങ്ങൾ തീർച്ചയായും പങ്കെടുക്കാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ എനിക്ക് മെയിൽ ചെയ്യണം. മെയിൽ അയച്ചാൽ മാത്രമേ സൂം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാൻ സാധിക്കത്തുള്ളൂ. താല്പര്യമുള്ളത് മാത്രം മെയിൽ അയച്ചാൽ മതി. അതാണ് പ്രത്യേകിച്ചുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, നമ്മുടെ റിസൾട്ട് വീഡിയോസ് നാളെ സ്റ്റാർട്ട് ചെയ്യുവാണ്. എസ്പെഷ്യലി ഇക്കഡെമിക്സ് ട്രെൻഡ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രെൻഡ്സിൽ കയറാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ട്രെൻഡ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇക്കഡെമിക്സിനോട് ചേർന്നുള്ള ജോയിൻ ബട്ടൺ യൂസ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഒരു വീഡിയോയും ഒരു ഇൻപുട്സും ഒരു കൺസെപ്റ്റ്സും ഞാൻ റെക്കമെൻഡേഷൻ കൺസെപ്റ്റിലല്ല പറയുന്നത്, ലേണിംഗ് കൺസെപ്റ്റ് മാത്രമാണ് പറയുന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കണം. വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് റൗണ്ടിങ് ബോട്ടം പാറ്റേൺ. ബേസിക്കലി ഇതാണ് റൗണ്ടിങ് ബോട്ടം പാറ്റേൺ. ഇതിൽ നിന്നും ശരിക്കും ഒരു കപ്പ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഒരു പാറ്റേണിൽ കൂടെ കയറിപ്പോയ സ്റ്റോക്കുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കപ്പ് പാറ്റേൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കപ്പ് പാറ്റേണിൽ ഏതെല്ലാം ലെവൽസ് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, എങ്ങനെയാണ് കപ്പ് പാറ്റേണിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആണ്. സോ ആദ്യം നമ്മുടെ കയ്യിൽ കർണാടക ബാങ്കാണുള്ളത്. ഇതൊരു കപ്പ് പാറ്റേൺ ഞാൻ ഓൾറെഡി വരച്ചിട്ടാണ്. നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം, കപ്പ് പാറ്റേണിൽ ബേസിക്കലി 3 ലെവൽസ് ഓഫ് ആക്ഷൻസാണ് ഉള്ളത്. ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് സ്റ്റോക്ക് നേരെ താഴത്തേക്ക് പോകുന്നു. ഇതാണ് ഈ ലെവലിൽ സ്റ്റോക്ക് നേരെ താഴത്തേക്ക് പോയി. കപ്പാറ്റേണിൽ ലെവൽ 1ൽ സ്റ്റോക്ക് നേരെ താഴത്തേക്ക് പോയി. ലെവൽ 2 എന്ന് പറയുന്നത് കൺസോളിഡേഷൻ പീരീഡ് ആണ്. ദിസ് ഈസ് കൺസോളിഡേഷൻ പീരീഡ്. ഇതാണ് കപ്പാറ്റേണിൻ്റെ കൺസോളിഡേഷൻ പീരീഡ്. സ്റ്റോക്ക് ഈ ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്തു. ദിസ് ഇസ് കൺസോളിഡേഷൻ പീരീഡ്. അതിനുശേഷം കൊടുക്കുന്ന മേളിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആണ് ലെവൽ 3 എന്ന് പറയുന്നത്. ദിസ് ഈസ് ലെവൽ 3. ബ്രേക്കൗട്ടാണ്. ബ്രേക്കൗട്ട് കഴിഞ്ഞ ശേഷം പുൾ ബാക്ക് വന്നു, സ്റ്റോക്ക് കയറിപ്പോയി. അങ്ങനെ 3 ലെവൽസാണ് കപ്പ് പാറ്റേണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാൻ ഈ കപ്പ് ഒന്ന് മാറ്റിയിട്ട് ഈ ലെവലിനെ കുറിച്ചൊരു ഡിസ്കഷൻ ഞാൻ നടത്താം. ഈ ലെവലിൽ എന്താ സംഭവിച്ചത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ലെവലിൽ കൺസോളിഡേഷൻ ലെവൽ കഴിഞ്ഞതിന് ശേഷം സ്റ്റോക്ക് ബ്രേക്കൗട്ട് കൊടുത്ത് കയറിപ്പോയി. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഹയർ ലൂസിൻ്റെ ഫോർമേഷനാണ്. സോ ഈ ലെവലിൽ ഒരു ലോ ഫോം ചെയ്തു. ദിസ് ഇസ് ലോ ഫോം ചെയ്ത ഫസ്റ്റ് ലെവൽ. ഇവിടെ ലോ എത്ര വരെ പോയി? ലോ വന്നിട്ട് 211060 വരെ പോയി. 211060 വരെ പോയി. അപ്പോൾ ആ ലെവലിൽ ഒരു ലോ ഫോം ചെയ്തു. അതിനുശേഷം ഹയർ ലോ ഫോം ചെയ്തു. ഹയർ ലോ എത്ര വരെ പോയി? ശരിക്കും 2165ൻ്റെ സ്ഥാനത്ത് 2110 വരെ പോയി. ദാറ്റ് മീൻസ് ഈ ലോയെക്കാട്ടിലും മേളിൽ ഹയർ ലോ ഫോം ചെയ്തു. അതിനുശേഷം വീണ്ടും ഹയർ ലോ ഫോം ചെയ്തു. കുറച്ചുകൂടെ സൂം ചെയ്യാം, അത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കാണാൻ സാധിക്കും. വീണ്ടും ഹയർ ലോ
ഈ ലെവലിൽ ഫോം ചെയ്തു. ഇതിൻ്റെ ലോ എത്രയാ? 218.95. സോ ഈ ലെവലിൽ നിന്നും ഹയർ ലോ ഈ ലെവലിൽ ഫോം ചെയ്തു, ഹയർ ലോ ഈ ലെവലിൽ ഫോം ചെയ്തു. 3 ലെവലിൽ ഹയർ ലോ ഫോം ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് താഴെ വന്നതിന് ശേഷം ഒരു ബ്രേക്കൗട്ടിന് ശ്രമിച്ചു, ബ്രേക്കൗട്ട് ഫെയിലുവറായി, തിരിച്ചു വന്നു. പക്ഷേ തിരിച്ചു വന്നിട്ട് ഹയർ ലോ ഫോം ചെയ്യാന്ന് വെച്ചാൽ സ്റ്റോക്കിലെ സ്ട്രെങ്ത്തിൻ്റെ ഡിസ്പ്ലേ ആണ് കാണിക്കുന്നത്. അതിനുശേഷം വീണ്ടും ഹയർ ലോ ഫോം ചെയ്യാന്ന് വെച്ചാൽ സ്ട്രെങ്ത് കുറച്ചുകൂടെ കൂടി. അതിനുശേഷമാണ് സ്റ്റോക്കിലെ പക്ക ബ്രേക്കൗട്ട് വന്നത്. ഇത് ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റിലാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അതിനുശേഷം എന്താ സംഭവിച്ചത്? സ്റ്റോക്ക് ഈ ലെവലിൽ വന്നതിന് ശേഷം ഇത് ഈ ലെവലിൽ ഒരു ഡബിൾ ടോപ്പ് ഹിറ്റ് ചെയ്തതിന് ശേഷം, ഇതൊരു നേരത്തെ ടോപ്പാണ്, ഇത് അടുത്ത ടോപ്പാണ്, ഹിറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് വീണ്ടും എവിടെ നിന്നാണ് ബ്രേക്കൗട്ട് കൊടുത്തത് അവിടെ റീടെസ്റ്റ് ചെയ്തു. ഇവിടെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്തു. സ്റ്റോക്ക് റീടെസ്റ്റ് ശേഷം ആണ് സ്റ്റോക്ക് അടുത്തൊരു ബ്രേക്കൗട്ടിലേക്ക് പോയത്. സോ ഈ ഒരു ഫോർമേഷൻ, ഒരു പാറ്റേൺ ഫോർമേഷൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ധാരാളം സ്റ്റോക്കിൽ സെയിം ഫോർമേഷൻ, സെയിം റെപ്ലിക്ക നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഓരോ റെപ്ലിക്ക നിങ്ങൾ ഈ ഒരു ഫോർമേഷൻ നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അതുമായിട്ട് കമ്പയർ ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഈ ബ്രേക്കൗട്ട് ക്യാൻഡിലിൽ വോളിയം ഉണ്ടോ? സ്ട്രോങ് വോളിയം ആണല്ലേ. അതിനുശേഷം വന്ന പുൾ ബാക്ക് ക്യാൻഡിലിൽ വോളിയം ഉണ്ടോ? പുൾ ബാക്ക് ക്യാൻഡിൽ വോളിയം ഇല്ല. അതിനുശേഷം വന്ന ബ്രേക്കൗട്ട് ക്യാൻഡിലിൽ 2 ക്യാൻഡിലും വോളിയം ഉണ്ട്. അത് കാണിക്കുന്നത് എന്താ? പുൾ ബാക്ക് എന്ന് പറയുന്നത് വാലിഡ് പുൾ ബാക്ക് ആണ്, എന്നിട്ടാണ് കയറിപ്പോയത്. ഫ്രണ്ട്സ്, അടുത്ത സ്റ്റോക്കാണ് DCW എന്ന് പറയുന്നത്. അടുത്ത സ്റ്റോക്ക് സെയിം പാറ്റേൺ ആണ് നമ്മൾ കണ്ട അതേ പാറ്റേൺ ആണ്. നോക്കൂ നിങ്ങൾ, നമ്മൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഏതാ? ഡൗൺ ആണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഡൗൺ വന്നു. അതിനുശേഷം നെക്സ്റ്റ് പാർട്ട് എന്താ? നെക്സ്റ്റ് പാർട്ട് കൺസോളിഡേഷൻ ആണ്. ഡൗണിൽ നിന്ന് കൺസോളിഡേഷൻ വന്നു, കൺസോളിഡേഷൻ നിന്ന് ബ്രേക്കൗട്ട് കൊടുത്തു, കയറിപ്പോയി. ശരിക്കും പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡെവലപ്മെൻറ്റ് ഓഫ് ഹയർ ലോസ്. ഇത് ലോ ആണ്, ഹയർ ലോ ഡെവലപ്പ് ചെയ്തു, ഹയർ ലോ ഡെവലപ്പ് ചെയ്തു, സ്റ്റോക്ക് ബ്രേക്കൗട്ട് കൊടുത്ത് കയറിപ്പോയി. അതുപോലെ തന്നെ വോളിയം അനാലിസിസ് ശരിക്കും ഗ്രീൻ ക്യാൻഡിൽസിൽ ഇത് ഈ ലെവലിൽ ക്യാൻഡിലിൽ വോളിയം ഉണ്ട്, ഈ ലെവൽസൊക്കെ ഗ്രീൻ ക്യാൻഡിൽ വോളിയം ഉണ്ട്, റെഡ് ക്യാൻഡിൽ വോളിയം കുറവാണ്. അടുത്ത സ്റ്റോക്ക് സുവാരി അഗ്രോ കെമിക്കൽസ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയണ്ട റൗണ്ട് ബോട്ടം പാറ്റേണിൽ കൂടെയാണ് കയറിപ്പോയത്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് കഴിഞ്ഞു. അതിനുശേഷമുള്ള കൺസോളേഷൻ പാർട്ട് എന്ന് പറയുന്ന സാധനം ഇവിടം കൊണ്ട് കഴിഞ്ഞു കൺസോളേഷൻ. അതിനുശേഷമുള്ള തേർഡ് പാർട്ട് എന്ന് പറയുന്നത് കയറിപ്പോകുന്ന പാർട്ടാണ്. അത് ഈ ലെവലിന് ശേഷം തേർഡ് പാർട്ടും കഴിഞ്ഞു. സോ ദിസ് ഇസ് ഫസ്റ്റ് പാർട്ട്, ഇതാണ് ഫസ്റ്റ് പാർട്ട്. അതിനുശേഷം വന്ന കൺസോളേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടാണ്. ദിസ് ഇസ് കൺസോളേഷൻ പാർട്ട്. അതിനുശേഷം വന്ന തേർഡ് പാർട്ട് എന്ന് പറയുന്നത് കയറിപ്പോകുന്ന പാർട്ടാണ്. ഇതാണ് തേർഡ് പാർട്ട്. ഇന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ബ്രേക്കൗട്ട് കൊടുത്ത ക്യാൻഡിലിൽ വോളിയം ഉണ്ട്. ഗ്രീൻ ക്യാൻഡിൽസിൽ, മേളിലേക്കുള്ള ക്യാൻഡിൽസിലൊക്കെ യു ക്യാൻ സീ സ്ട്രോങ് വോളിയം. കൺസോളിഡേഷൻ പാർട്ട് കഴിഞ്ഞിട്ടുള്ള ലെവൽ നിങ്ങൾ നോക്കാമെങ്കിൽ ഹയർ ലോസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിലൊരു ലോ ആണ്, അതിനുശേഷമുള്ള ഹയർ ലോസ് ഇതാണ്, നെക്സ്റ്റ് ഹയർ ലോ ഇതാണ്. ആ ഹയർ ലോ തന്നെ സ്റ്റോക്ക് വന്നിട്ട് എന്ത് ചെയ്തു? സ്റ്റോക്ക് സപ്പോർട്ട് എടുത്തു. സ്റ്റോക്ക് ബ്രേക്കൗട്ട്, ഇവിടെ ബ്രേക്കൗട്ടിന് അറ്റൻഡ് ചെയ്തിട്ട് ബ്രേക്കൗട്ട് സക്സസ്ഫുൾ ആയില്ല. നേരെ അവിടെ തന്നെ സപ്പോർട്ട് എടുത്തിട്ട് നേരെ എന്ത് ചെയ്തു? അടുത്ത ഹയർ ലോയിൽ, റെസിസ്റ്റൻസിൻ്റെ സമയത്ത് ഹയർ ലോയിൽ കൺസോളിഡേറ്റ് ചെയ്തു. റെസിസ്റ്റൻ്റെ സമയത്ത് ഹയർ ലോയിൽ കൺസോളിഡേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ സ്റ്റോക്കിലെ സ്ട്രെങ്ത്തിനെയാണ് കാണിക്കുന്നത്. അതിനുശേഷം സ്റ്റോക്ക് ബ്രേക്കൗട്ട് കൊടുത്ത് കയറിപ്പോയി. നിങ്ങൾ വോളിയം കൂടെ കമ്പയർ ചെയ്യണം, കുറച്ചുകൂടെ കൺവിക്ഷൻ മനസ്സിലാക്കാൻ സാധിക്കും. അതിൻ്റെ ബ്രേക്കൗട്ടിൻ്റെ സ്ട്രെങ്ത്ത്, കയറിപ്പോകുന്ന ക്യാൻഡിൽസിലുള്ള വോളിയത്തിൻ്റെ സ്ട്രെങ്ത്ത്. കാര്യം വോളിയം കാണിക്കുന്നത് ബയർ ഇൻട്രസ്റ്റിനെയാണ്. അടുത്ത സ്റ്റോക്ക് സുവാരി ഇൻഡസ്ട്രീസ് ആണ്. എക്സാലി സെയിം റെപ്ലിക്കയാണ്. ഞാൻ ഈ കാണിച്ചൊക്കെ സെയിം റെപ്ലിക്കയാണ്. ഈ ചാർട്ട്സ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ച് വെക്കാമെങ്കിൽ, ഇതേ ടൈപ്പ് ചാർട്ട്സ് നിങ്ങൾക്ക് കിട്ടാമെങ്കിൽ നിങ്ങളുടെ കൺവിക്ഷൻ വളരെ വ്യത്യാസമാകും. നോക്കൂ എന്താ സംഭവിച്ചത്. ഇതാണ് ദി കൺസോളേഷൻ ഏരിയ. ദിസ് ഇസ്, നോക്കൂ, ഇതാണ് കൺസോളേഷൻ സോൺ എന്ന് പറയുന്ന സംഗതി. ദിസ് ഈസ് കൺസോളേഷൻ സോൺ. കൺസോളേഷൻ സോണിൽ ഹയർ ലോസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കൂ. ഹയർ ലോസ് ഡെവലപ്പ് ചെയ്തിട്ട് ബ്യൂട്ടിഫുൾ ബ്രേക്കൗട്ട് നോക്ക്. സീ ദി ബ്രേക്കൗട്ട് ആക്ച്വലി. ബ്രേക്കൗട്ട് ക്യാൻഡിൽ നോക്ക്, വോളിയം നോക്ക്. സോ ഫസ്റ്റ് പാർട്ട് എപ്പോഴും സ്റ്റോക്ക് താഴെ വരും. സ്റ്റോക്ക് ദേ താഴെ വന്ന ലെവലാണിത്. ഈ സ്റ്റോക്ക് ഈ താഴെ വന്നതിന് ശേഷം സ്റ്റോക്ക് കയറി പോകാൻ ശ്രമിച്ചതിന് ശേഷം എന്താ സംഭവിച്ചത്? കൺസോളേഷനിൽ നിന്നും വീണ്ടും താഴെ പോയിട്ടാണ് കയറിപ്പോയത്. കയറിപ്പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ലോയെക്കാട്ടിലും ഇവിടെ ലോ ഫോം ചെയ്തു. അതിനുശേഷം സ്റ്റോക്ക് സ്ട്രെങ്ത് കാണിച്ചത് ഈ ലെവലിൽ വന്നതിന് ശേഷം സ്റ്റോക്ക് ഇവിടെ ഒരു ലോയിൽ സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്തു. ഈ ലോ എന്ന് പറയുന്നത് ഈ ലോയെക്കാട്ടിലും ഹയർ ലോയാണ്. ഈ ഹയർ ലോ ആണ് സ്റ്റോക്കിൻ്റെ സ്ട്രെങ്ത്തിനെ കാണിക്കുന്ന ഫസ്റ്റ് സൈൻ. ദിസ് ഈസ് ഫസ്റ്റ് സൈൻ ഓഫ് ഷോയിങ് ദി സ്ട്രെങ്ത്. ആ സ്ട്രെങ്ത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ബ്രേക്കൗട്ട് കൊടുത്തു. സ്റ്റോക്ക് കൊടുത്ത ബ്രേക്കൗട്ട് ആണത് ഈ സോണിലാണ് ബ്രേക്കൗട്ട് കൊടുത്തത്. ദിസ് ഈസ് എ ബ്രേക്കൗട്ട് ക്യാൻഡിൽ. ആ ക്യാൻഡിൽസൊക്കെ വോളിയമുണ്ട്. അതിനുശേഷം സ്റ്റോക്ക് ഫൈനൽ ബ്രേക്കൗട്ട് കൊടുത്തു. കഴിഞ്ഞ ആഴ്ച വീക്കിലി ക്യാൻഡിലാണ്, കഴിഞ്ഞ ആഴ്ച കൊടുത്ത ബ്രേക്കൗട്ടാണിത്. അടുത്തത് മസ്ദ എന്ന് പറയുന്ന
സ്റ്റോക്കാണ്, വീക്ക്ലി ക്യാൻഡിലാണ്. മസ്ദയിൽ ബ്യൂട്ടിഫുൾ ട്രെൻഡ് ലൈനിൽ കൂടാണ് കയറിപ്പോയത്. ഇതൊരു ട്രെൻഡ് ചാനലാണ്, ട്രെൻഡ് ചാനലിൻ്റെ ബ്രേക്കൗട്ടാണ്. ഇതാണ് ട്രെൻഡ് ചാനൽ ബ്രേക്കൗട്ട് കൊടുത്ത് ബ്രേക്കൗട്ടിന് ശേഷം വന്ന കൺസോളിഡേഷൻ ഇതാണ്. ആ ട്രെൻഡ് ചാനൽ വന്ന പുൾ ബാക്ക് ഇതാണ് റീടെസ്റ്റ്. ആ ട്രെൻഡ് ചാനലിൽ ചെന്ന് ഇത് റീടെസ്റ്റ് ചെയ്ത് ഈ ക്യാൻഡിൽ റീടെസ്റ്റ് ചെയ്തിട്ടാണ് കയറിപ്പോയത്. ശ്രദ്ധിക്കണം, ഈ ക്യാൻഡിൽ മുതൽ ഈ ക്യാൻഡിൽ വരെയുള്ള സോണിൽ ഗ്രീൻ ക്യാൻഡിൽസ് ആണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പുൾ ബാക്സ് എന്ന് പറയുന്നത് വളരെ വീക്കും, മുകളിലേക്കുള്ള കയറ്റം ഭയങ്കര സ്ട്രോങ് ആണ്. അതിനുശേഷമാണ് എക്സലൻറ്റ് ബ്രേക്കൗട്ട് ഈ കഴിഞ്ഞ ആഴ്ച കൊടുത്തത്. അതിനുശേഷം കയറിപ്പോയി. സിമ്പിൾ സ്ട്രക്ചറാണ്, വളരെ സിമ്പിൾ സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത എന്താ? ഇത് ലോ ആണെങ്കിൽ ഹയർ ലോസ്, അതിനുശേഷമുള്ള ഹയർ ലോ എന്ന് പറയുന്നത് ഈ ലെവലിലാണ് വന്നിരിക്കുന്നത്. ഓരോ ഹയർ ലോസും അതിനുശേഷം ആ ലോയെ ബ്രീച്ച് ചെയ്ത് ക്യാൻഡിൽ പോയിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം അതാണ് പ്രൈസ് ആക്ഷനിൽ. അതുപോലെ തന്നെ വോളിയം ഡെവലപ്മെൻ്റ് ആണ് ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം. വീണ്ടും നമ്മൾ നമ്മുടെ കപ്പ് പാറ്റേണിലേക്ക് വരാം. JSW എനർജി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3 പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് താഴത്തേക്ക് വന്ന ലെവലാണ്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കൺസോളിഡേഷൻ ലെവലാണ്. കൺസോളിഡേഷൻ ലെവലിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ലോ ബ്രീച്ച് ചെയ്യാൻ പാടില്ല. ഇതാണ് ലോ എങ്കിൽ, പ്രീവിയസ് ലോ ഇതായിരുന്നുവെങ്കിൽ പുതിയ കൺസോളിഡേഷൻ പാർട്ടിൽ ലോ ബ്രീച്ച് ചെയ്യാൻ പാടില്ല. ലോ എപ്പോഴും കയറി നിൽക്കണം. അതിനുശേഷം ഇവിടെ ബ്രേക്കൗട്ട് കൊടുത്തു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്രേക്കൗട്ടാണ്. ബ്രേക്കൗട്ട് കൊടുത്തതിന് ശേഷം എക്സലൻറ്റ് പുൾ ബാക്ക് വന്നു. പുൾ ബാക്കിൽ വോളിയമില്ല. ഈ 2 ക്യാൻഡിൽ കമ്പാരിറ്റീവിൽ വോളിയമില്ല. bribreakഔട്ടത്തെ ക്യാൻഡിൽ വോളിയം നോക്കാം, ബ്യൂട്ടിഫുൾ വോളിയമാണ്. അതിനുശേഷം വന്ന പുൾ ബാക്ക് ക്യാൻഡിൽ ആ പാടെ 2-3 ക്യാൻഡിലുള്ളൂ, പെട്ടെന്ന് കയറിപ്പോയി. കാര്യം മൊമെൻറ്റം സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമ്പർ ഓഫ് പുൾ ബാക്ക് ക്യാൻഡിൽസ് കുറവാകത്തുള്ളൂ. അതിനുശേഷം എക്സലൻറ്റ് ബ്രേക്കൗട്ട് കൊടുത്ത് ഇസ് എ ഫാന്റാസ്റ്റിക് ബ്രേക്കൗട്ട്. ഇത് വോളിയം എൻ്റെ ബ്രേക്കൗട്ടിൽ ബ്രേക്കൗട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും പുൾ ബാക്ക്, അവിടെ തന്നെ റീടെസ്റ്റ് എന്ന് പറയും. ഇതിനെ പറയുന്ന റീടെസ്റ്റ്. ഇത് റീടെസ്റ്റ്. അതിനുശേഷം എന്താ സംഭവിച്ചത്? സ്റ്റോക്കിൽ എക്സലൻറ്റ് ബ്രേക്കൗട്ട് കൊടുത്തു കഴിഞ്ഞ ആഴ്ച വിത്ത് ഗുഡ് വോളിയം, എക്സലൻറ്റ് വോളിയം. ഈ കഴിഞ്ഞ ഫ്രൈഡേയിലെ വീക്കലി ക്യാൻഡിൽ ക്ലോസ് ആണ്. ശരി, നോക്കൂ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു പാറ്റേൺ വർക്ക് ചെയ്തത്. ആദ്യം താഴെ പോയി, പിന്നെ കൺസോളിഡേഷനിൽ പോയി. കൺസോളിഡേഷനിൽ താഴെ പോയി ലെവലിനെക്കാട്ടിലും ഹയർ ലോസ് ഉണ്ടായിരിക്കണം. അതിനുശേഷം ബ്രേക്കൗട്ട് കൊടുത്തു, പിന്നെ പുൾ ബാക്ക് വന്നു, പിന്നെയും ബ്രേക്കൗട്ട് കൊടുത്തു, പിന്നെയും പുൾ ബാക്ക് വന്നു, പിന്നെ ബ്രേക്കൗട്ട് കൊടുത്തു. ബ്യൂട്ടിഫുൾ സ്ട്രക്ചറാണ്. RVNL ആണ്, പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇത്രയും സിമ്പിളായിട്ടുള്ള സ്ട്രക്ചർ കിട്ടാൻ ഭയങ്കര പാടാണ്. ദി ക്യാൻഡിൽസ് ആക്ച്വലി ക്യാൻഡിൽ ബ്രേക്കൗട്ട് കൊടുത്തു, കൺസോളിഡേഷൻ പോയി, ബ്രേക്കൗട്ട് കൊടുത്തു, കൺസോളിഡേഷൻ പോയി, വീണ്ടും ബ്രേക്കൗട്ട് കൊടുത്തു. വളരെ സിമ്പിളായിട്ടുള്ള ഈ സ്ട്രക്ചറൊന്നും പ്രത്യേകിച്ച് ഡീറ്റെയിലിംഗ് ആവശ്യമില്ലാത്ത സ്ട്രക്ചറാണ്. ഈ പുൾ ബാക്സ് എന്ന് പറയുന്ന ഈ പുൾ ബാക്ക് ക്യാൻഡിൽ വന്ന ലെവൽ നിങ്ങൾ നോക്കുക. ആ ശരിക്കും ആ ട്രെൻഡ് ലൈനിലാണ് വന്നിരിക്കുന്നത്. അവിടെ EMA 21 സപ്പോർട്ടും കൂടെ വന്നു. EMA 21 സപ്പോർട്ടും ട്രെൻഡ് ലൈൻ പുൾ ബാക്ക് കൂടെ ചെയ്യാൻ നേരത്തെ ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ആ ലെവലിൽ വരാൻ നേരത്തെ അവിടെ ഒരു കോൺഫ്ലുവൻസ് ഡെവലപ്പ് ചെയ്യും. കോൺഫ്ലുവൻസ് ഇസ് വെരി പവർഫുൾ ആണ്. കോൺഫ്ലുവൻസ് പോസിറ്റീവ് എനർജി ആയിട്ടും ഡെവലപ്പ് ചെയ്യാം, കോൺഫ്ലുവൻസ് നെഗറ്റീവ് എനർജി ആയിട്ടും ഡെവലപ്പ് ചെയ്യാം. ഇവിടെ സംഭവിച്ചത് കോൺഫ്ലുവൻസിൻ്റെ പോസിറ്റീവ് എനർജിയാണ്. അതുകൊണ്ടാണ് സ്റ്റോക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കയറ്റം ആ ലെവലിൽ നിന്ന് കൊടുത്തത്. നമ്മൾ ഈ ലെവലിൽ നിന്നും ഒരു ഫിബ് നോക്കാൻ നേരത്തെ ഈ ലെവലിൽ നിന്നും ഇതാണ് മിനിമം ലെവൽ. ഇവിടുന്ന് ഒരു ഫിബ് നിങ്ങൾ നോക്കിയാൽ നമ്മൾക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? 0.382 അവിടെ തന്നെ സംഗമിച്ചിരിക്കുന്നു. അവിടെ തന്നെ 21 ക്യാൻഡിൽ EMA വരുന്നു. അപ്പോൾ 3 പോസിറ്റീവ് എനർജിയുടെ കോൺഫ്ലുവൻസ് വന്നപ്പോഴത്തേക്കും സ്റ്റോക്ക് ഇവിടെ നിന്ന് കയറിപ്പോയി. അപ്പം എന്തുമാത്രം കോൺഫിഡൻസ് സോണിൽ എന്തുമാത്രം എനർജി സോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടോ അതിൻ്റെ നമ്പർ കൂടിയാൽ സ്റ്റോക്കിനുള്ള പ്രയാണം കൂടാനുള്ള സാധ്യതകൾ ഭയങ്കരമാണ് ശരിക്കും. അത് നിങ്ങൾ പ്രത്യേകം പഠിക്കേണ്ട ഒരു പോയിന്റാണ്. അടുത്ത സ്റ്റോക്ക് ഡോംസ് ഇൻഡസ്ട്രീസ് ആണ്. ഡോംസ് ഇൻഡസ്ട്രി ഒരു പുതിയ മാർക്കറ്റിൽ വന്ന സ്റ്റോക്കാണ്. വി ഷേപ്പ് റിക്കവറി എന്ന് പറയും. ഈ റിക്കവറിക്ക് പറയുന്നപ്പോഴാണ് വി ഷേപ്പ് മാത്രമല്ല ഇതിൻ്റെ അകത്ത് വലിയൊരു രസകരമായിട്ടൊരു കാര്യം നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഞാൻ കഴിഞ്ഞ 1-2 വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഈ റെഡിൻ്റെ ക്ലോസിംഗ് എന്ന് പറയുന്നത് 1250 രൂപ 80 പൈസ. ഈ ഗ്രീനിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 1250 രൂപ 80 പൈസ. ഇതിനെ പറയുന്നത് പറയാണ് ടീസർ ബോട്ടം എന്ന് പറയും. ടീസർ ബോട്ടം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് സൈനാണ് കാണിക്കുന്നത്. ആ പോസിറ്റീവ് സൈനോടൊപ്പം തന്നെ ടീസർ ബോട്ടത്തിൽ ഈ സ്റ്റോക്ക് കയറിയതിന് ശേഷം ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ റെഡ് ക്യാൻഡിലിൻ്റെ വിക്കാണ്. ദിസ് വിക്ക്, ഈ വിക്കാണ് സെല്ലേഴ്സിൻ്റെ ഡോമിനൻസിനെ കാണിക്കുന്നത്. ഈ വിക്ക്, ആ വിക്കിനെ കട്ട് ചെയ്ത് സ്റ്റോക്ക് ബ്രേക്കൗട്ട് കൊടുത്തു. ദിസ് വാസ് ബ്രേക്കൗട്ട് ക്യാൻഡിൽ. ആ ബ്രേക്കൗട്ട് ക്യാൻഡിൽ വോളിയം ഉണ്ടോ എന്ന് നോക്കാം. ആ ബ്രേക്കൗട്ട് ക്യാൻഡിൽ ഇതാണ്. ഈ ബ്രേക്കൗട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടത് എന്താ? ഒരൊറ്റക്കയറ്റം കയറി. അപ്പം ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ മുകളിലത്തെ ലോങ് വിക്കിനെ ക്രോസ് ചെയ്ത് പോകാമെന്ന് വെച്ചാൽ ബയർ ഡിമാൻഡാണ് ഈ സ്റ്റോക്കിൽ കാണിച്ചത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതാണ്. ആബട്ട് ഇന്ത്യ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറാണെന്നും പ്രത്യേകിച്ച് പറയാനായിട്ടില്ല. ഒരു സിമ്പിൾ ബ്രേക്കൗട്ടില്ല, ഒരു സിമ്പിൾ ട്രെൻഡ് ലൈൻ വരച്ചാൽ മതി. ഈ ട്രെൻഡ് ലൈനിൽ നിങ്ങൾ നോക്കൂ, റെസിസ്റ്റൻസായി
വീണ്ടും റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തു, വീണ്ടും താഴെ വന്നു, വീണ്ടും റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്തിട്ട് ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ. ദിസ് വാസ് എ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ. ആ ബ്രേക്ക്ഔട്ട് ക്യാൻഡിൽ കഴിഞ്ഞ ശേഷം ഒരു റെഡ് ക്യാൻഡിൽ, ഇത് പുൾ ബാക്ക് ക്യാൻഡിലാണ്. ദിസ് വാസ് എ പുൾ ബാക്ക് ക്യാൻഡിൽ. ആ പുൾ ബാക്ക് ക്യാൻഡിൽ എവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്? ആ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ഓൺ ട്രെൻഡ് ലൈൻ, ഇവിടെ റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ട് ട്രെൻഡ് ലൈൻ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. അതിനെ പറയുന്നത് ലോ ഓഫ് പൊളാരിറ്റി. എപ്പോഴാണോ റെസിസ്റ്റൻസിനെ ക്രോസ് ചെയ്ത് സ്റ്റോക്ക് കയറി പോകുന്നത്, അപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ആ ഒരു പർട്ടിക്കുലർ എന്താ പറയേണ്ടത് കൺസെപ്റ്റ്. ഇവിടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ട്രെൻഡ് ലൈൻ ആണ്, ചാനലിൻ്റെ അപ്പർ ട്രെൻഡ് ലൈൻ ആണ്. ആ ട്രെൻഡ് ലൈൻ ശരിക്കും പറഞ്ഞാൽ അത് ലോ ഓഫ് പൊളാരിറ്റി എന്നുള്ള കൺസെപ്റ്റ്സിൽ ക്യാൻഡിൽ കയറിയതിന് ശേഷം സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. ഈ ഗ്രീൻ ക്യാൻഡിലും ഈ റെഡ് ക്യാൻഡിലും സപ്പോർട്ട് എടുത്ത ഈ താഴത്തെ ലെവലിൽ നിന്നാണ്, റെസിസ്റ്റൻസിൽ നിന്നാണ്, ആ പ്രീവിയസ് റെസിസ്റ്റൻസ് ഏരിയ എന്നാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. കാര്യം റെസിസ്റ്റൻസ് സപ്പോർട്ടായിട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം ഒരൊറ്റ കയറ്റം കയറി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൺസോളിഡേഷൻ ഇത് കൊടുത്താണ്, ഈ ലെവലൊക്കെ കൺസോളിഡേഷൻ കൊടുത്താണ്. സോ ഡേ ക്യാൻഡിലാണ് ഈ ലെവൽ കൺസോളിഡേഷൻ കൊടുത്തതിന് ശേഷമാണ് സ്റ്റോക്ക് നേരെ ഒരൊറ്റ കയറ്റം കയറി പോയത് ശരിക്കും. സോ ദിസ് വാസ് എ ബ്യൂട്ടിഫുൾ എന്താ പറയേണ്ടത് നല്ലൊരു ഒരു ക്യാൻഡിലായിട്ട് ആക്ട് ചെയ്ത. കാര്യം ആ ക്യാൻഡിലിൻ്റെ ക്ലോസിങ് എന്ന് പറയുന്നത് 2s ടോപ്പിലാണ് ക്ലോസ് ചെയ്തത്, 2s ഹൈയിലാണ് ക്ലോസ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം, ഈ ക്യാൻഡിൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് തൊട്ട് മുമ്പിലത്തെ റെഡ് ക്യാൻഡിനെക്കാളിലും മേളിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ എല്ലാ ഇൻപുട്സും നിങ്ങൾ ലേണിംഗ് പോയിന്റിൽ മാത്രമേ എടുക്കാവുള്ളൂ. നിങ്ങളുടെ റെക്കമെൻഡേഷൻ പോയിന്റിൽ എടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.